ഇടുക്കി നെടുങ്കണ്ടം ഇരട്ടക്കൊലപാതകത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന സജി കീഴടങ്ങി. വീടിന് സമീപത്തെ വനമേഖലയിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്നു. തെറ്റുപറ്റിപ്പോയെന്നും താൻ കീഴടങ്ങുന്നുവെന്നും സജി നാട്ടുകാരോട് പറഞ്ഞു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി പിടികൂടുകയായിരുന്നു. മരിച്ച രണ്ടുപേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. കണ്ടെത്തിയ മൃതദേഹം മേരിക്കുട്ടിയുടെയും മകൻ റജിയുടേതുമാണെന്ന് ബന്ധുക്കൾ സ്ഥിരീകരിച്ചു. ഡ്രോൺ ഉപയോഗിച്ചുള്ള രാവിലെ മുതൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകൾ മലമ്പെട്ട് പാറക്കെട്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുകയായിരുന്നു. നാട്ടുകാരും വൻ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് പ്രതി തന്നെ മലയിൽ നിന്ന് ഇറങ്ങി വന്ന് അവിടെ ഒരു കടയിൽ വന്നിരുന്ന് എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി, ഞാൻ പോലീസിന് കീഴടങ്ങാണെന്ന് പറയുകയും അവിടെ നിലത്തിരിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ പോലീസ് നാട്ടുകാരുണ്ടായിരുന്ന ആ സ്ഥലത്ത് തന്നെ പോലീസ് അന്നേരം തന്നെ പുള്ളിയെ കൈ പിടിച്ച് വണ്ടിയെ കയറ്റി. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും. ആഷിഖ്, അങ്ങനെ ഈ സജി കുറ്റം നടത്തിയെന്ന് സംശയിക്കുന്ന സജി പോലീസിൽ കീഴടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കുറ്റം ചെയ്തു എന്നുകൂടെ സമ്മതിക്കുന്ന പശ്ചാത്തലത്തിൽ എന്തിനായിരുന്നു ഈ കൃത്യം നടത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനിടെ സജിക്കെതിരെ കൂടുതൽ ആരോപണങ്ങൾ കൂടി ഉയരുന്നുണ്ട്. തീർച്ചയായും അത് തന്നെയാണ്. എന്തിനാണ് ഈ ക്രൂരകൃത്യം നടത്തിയത് എന്നുള്ള വിവരങ്ങൾ പോലീസ് സജിയെ ചോദ്യം ചെയ്താൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അതേസമയം സജി മറ്റ് ചില സംഭവങ്ങൾ കൂടി ഉത്തരവാദിയാണ് എന്നുള്ളത് കൂടി പോലീസ് പരിശോധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് 8 വർഷം മുമ്പ് സജിയുടെ പിതാവ് എന്ന് വെച്ചാൽ മരണപ്പെട്ട മേരിക്കുട്ടിയുടെ ഭർത്താവിനെ കാണാതെ പോയതിൽ വിശദമായ അന്വേഷണം നടന്നിട്ടില്ല. ഇത് സജി ചെയ്ത കൊലപാതകമാണോ എന്ന സംശയം ഈ ഘട്ടത്തിൽ ബന്ധുക്കളടക്കം പങ്കുവയ്ക്കുന്നുണ്ട്. കൂടാതെ ഈ കൊലപാതകത്തിൽ നിലവിലെ 2 കൊലപാതകത്തിൽ ഇരട്ട കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ, സജിയുടെ സുഹൃത്തുക്കൾക്കടക്കം പങ്കുണ്ടോ എന്നതടക്കമുള്ള വിഷയങ്ങൾ പരിശോധിക്കണമെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും നിർണായകമായ അറസ്റ്റ് നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ പോലീസ് ആദ്യഘട്ടത്തിൽ പിടികൂടിയ സജിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് വേണ്ടി ഹാജരാക്കി പിന്നീട് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി മറ്റു നടപടി കസ്റ്റഡി വാങ്ങുന്നടക്കമുള്ള നടപടികളിലേക്ക് കടക്കണമെന്ന് പോലീസ് പറയുന്നുണ്ട്. കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യണമെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതേസമയം ബന്ധുക്കൾ ഗുരുതരമായ ആരോപണങ്ങൾ സജിക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. സഹോദരി സിനിയെ 1 വർഷം മുമ്പ് കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്ന് പറയുന്നു. മദ്യമടക്കമുള്ള മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളാണ്. ഇതുകൊണ്ട് തന്നെയും പലവട്ടവും വീട്ടിൽ അക്രമാസക്തനാകുന്ന സാഹചര്യം അടക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. ഏതായാലും വിശദമായ അന്വേഷണം നടക്കുമെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. ശരി, മുഹമ്മദ് ആഷിഖാണ് വിവരങ്ങൾ നൽകിയത്.